ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ്. CPIM വിമതാംഗം കലാരാജുവാണ് UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറിനെയാണ് UDF പരിഗണിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഒരുപാട് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ. ഒടുവിൽ കലാരാജു തന്നെ സ്ഥാനാർത്ഥിയാകുന്നു അല്ലേ? സ്മിത, അങ്ങനെ തന്നെയാണ്. കാരണം വിവാദവും സംഘർഷവും നിറഞ്ഞായിരുന്നു കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ച. കഴിഞ്ഞ ജനുവരിയിലാണ് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരുന്നത്. അന്ന് കലാരാജുവിനെ CPM തട്ടിക്കൊണ്ടുപോയി എന്നത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം വലിയ രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 5-നാണ് അവിടെ അവിശ്വാസ പ്രമേയം പാസ്സായത്. അതിൽ കലാരാജു പിന്നീട് അവിടെ CPM ഭരണം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും CPM ടിക്കറ്റിൽ ജയിച്ച് പിന്നീട് CPM നിന്ന് വിമതയായി കോൺഗ്രസിൽ ചേർന്ന കലാരാജുവാണ് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രാവിലെ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ വൈസ് ചെയർമാൻ അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൂത്താട്ടുകുളം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. CPMമായി ഏറെ അകൽച്ചയിലുള്ള കലാരാജു ആ സ്ഥാനത്തേക്ക് വിജയിക്കുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണം നടന്ന ഒരു നഗരസഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും കനത്ത പോലീസ് സുരക്ഷ ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭ പരിസരത്ത് ഉണ്ടായിരുന്നു. നേരത്തെ വലിയ സംഘർഷമെല്ലാം തന്നെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു അക്രമ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രത എന്തായാലും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നത് വിജയ് ശിവ തന്നെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ ഇക്കുറി മത്സരിക്കുന്നത്. എന്തായാലും കലാരാജുവും വിജയ് ശിവൻ തമ്മിലുള്ള മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ഏറെ നിർണായകമാണ്. കൂത്താട്ടുകുളം നഗരസഭ അത് തിരിച്ചുപിടിക്കാൻ ഒരു നീക്കം തന്നെയായിരുന്നു UDFന്റെ ഭാഗത്തും കലാരാജുവിനെ ഇറക്കി രംഗത്തുള്ളത്. വൈസ് ചെയർമാന്റെ സ്ഥാനത്തേക്ക് ഉച്ചയ്ക്ക് 2 മണി കൊടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.